നമസ്കാരം. കഴിഞ്ഞ 9 വർഷങ്ങളായി ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചോർത്താൽ നമുക്ക് അത്ഭുതം തോന്നും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത സംഭവങ്ങളാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ ഭരണത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും സർക്കാരിനെയും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരെ മാത്രമല്ല, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പോലും നട്ടം തിരിച്ചുകളയും നെറികെട്ട ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സാധാരണക്കാരൻ്റെ അറിയാനുള്ള അവകാശമായ വിവരാവകാശ നിയമത്തെ പോലും അട്ടിമറിച്ചു. അതുകൊണ്ട് തന്നെ സർക്കാരിനും പാർട്ടി നേതാക്കൾക്കും മന്ത്രിമാർക്കുമെതിരെ കോടതിയെപ്പോലും സമീപിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. വിവരാവകാശം ചോദിച്ചാൽ പോലും മറുപടി കിട്ടില്ല. പിന്നെ അപ്പീൽ പോകേണ്ടി വരും. അപ്പീൽ പോയാലും പലപ്പോഴും ഫലമുണ്ടായെന്ന് വരില്ല. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നേർക്കാഴ്ചകളാണ്. യോഗേഷ് ഗുപ്ത, അദ്ദേഹം ഒരു സാധാരണ പോലീസുകാരനല്ല, IPS ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവിയാണ്. ഇദ്ദേഹം കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിൽ പോകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയില്ല. അദ്ദേഹം കേന്ദ്ര ട്രിബ്യൂണലിനെ സമീപിച്ചു. അതിൻ്റെ പ്രതികാര നടപടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് തടഞ്ഞുവെച്ചു. ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നൽകിയ വിവരാവകാശ അപേക്ഷയും സർക്കാർ തള്ളി. സംസ്ഥാനത്തെ മുതിർന്ന ഒരു IPS ഉദ്യോഗസ്ഥനാണ് യോഗേഷ് ഗുപ്ത എന്നുകൂടി ഓർക്കണം. അദ്ദേഹം കൂടി ഭാഗമായ ആഭ്യന്തര വകുപ്പിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പേരിലുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് രഹസ്യമായതിനാൽ നൽകാൻ കഴിയില്ല എന്ന മറുപടി കിട്ടിയത്. കേന്ദ്രം ആവശ്യപ്പെട്ടതനുസരിച്ച് യോഗേഷുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരുന്നു. DGP ഈ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് നൽകി. പക്ഷേ ആ റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകാതെ സംസ്ഥാന സർക്കാർ പിടിച്ചുവെച്ചു. എന്നിട്ടും തീർന്നില്ല സർക്കാരിൻ്റെ പ്രതികാര നടപടി. യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവിയായിരിക്കുമ്പോൾ മന്ത്രി KB ഗണേഷ് കുമാറിനും A ജയതിലക് ഉൾപ്പെടെയുള്ള 7 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ചില പരാതികൾ കിട്ടിയിരുന്നു. ഈ പരാതികൾ സർക്കാരിൻ്റെ അനുമതി കൂടാതെ പരിശോധിക്കാനായി യോഗേഷ് ഗുപ്ത ഉത്തരവിട്ടിരുന്നു. ഇത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഈ കാരണം കൊണ്ടാണ് വിജിലൻസ് റിപ്പോർട്ട് പിടിച്ചുവെച്ചതെന്ന് സർക്കാർ കേന്ദ്രത്തിനെ ബോധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കേന്ദ്രത്തിലേക്ക് പോകാൻ യോഗേഷ് ഗുപ്തയ്ക്ക് കഴിയില്ല. ഇതെന്തൊരു ക്രൂരതയും നെറികെട്ട നടപടിയുമാണ്. ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥന് പോലും ഇതാണ് ഗതി കേരളത്തിൽ. അപ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ എത്ര ഭീകരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ബഹുമാനപ്പെട്ട പിണറായി വിജയനോടും സർക്കാരിനോടും പാർട്ടിയോടും കൂറു കാണിക്കാത്ത, അല്ലെങ്കിൽ അവരുടെ ആജ്ഞ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥരുടെ അവസ്ഥയും നമ്മൾ കണ്ടതാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായ TP സെൻകുമാറും ജേക്കബ് തോമസും R ശ്രീലേഖയും ഒക്കെ അനുഭവിച്ച് ഷീട്ടും വാങ്ങിയിട്ടാണ് സർവീസിൽ നിന്ന് പടിയിറങ്ങിപ്പോയത്. N പ്രശാന്ത് ഇപ്പോഴും പുറത്താണ്. പക്ഷേ B സന്ധ്യയും ലോക്നാഥ് ബെഹ്റയും VP ജോയിയും KV എബ്രഹാമും ഒക്കെ വിരമിച്ച ശേഷവും ഓരോരോ സ്ഥാനങ്ങളിലുണ്ട്. ജേക്കബ് തോമസിന് വിരമിക്കൽ ആനുകൂല്യങ്ങൾ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. TP സെൻകുമാർ ആണെങ്കിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയനെ കൊണ്ട് മൂക്കിട്ട് ക്ഷാ വരപ്പിച്ചു. അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് സമാധാനിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്തസ്സായി പടിയിറങ്ങാൻ പറ്റി. KM ബഷീറിനെ വാഹനം പിടിച്ച് കൊലപ്പെടുത്തിയ ശ്രീറാം വെങ്കിട്ടരാമനെ പോലും തിരിച്ചെടുത്തു സർക്കാർ. ഇതിലൂടെയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന താക്കീത് എന്താണെന്നോ? നീയൊക്കെ എത്ര വലിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും 4ാം ക്ലാസ്സും കമ്പടികളിയുമായി നടന്ന് മന്ത്രിമാരായ ഞങ്ങളെപ്പോലെയുള്ളവരോട് കളിക്കാൻ നിന്നാൽ ഞങ്ങൾ കളി പഠിപ്പിക്കും എന്നുള്ള താക്കീതാണ്. എന്തെല്ലാം ആരോപണങ്ങളോ, പകൽ വെളിച്ചം പോലെ നഗ്നമായ സത്യങ്ങൾ, അനധികൃത സ്വത്ത് സമ്പാദനം, അങ്ങനെ എന്തെല്ലാം MR അജിത് കുമാറിനെ കുറിച്ച് പുറത്തു വന്നു. എന്തെങ്കിലും സംഭവിച്ചോ? അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ളത്? എപ്പോഴും അതേ രീതി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സാധാരണക്കാരായ പൊതുജനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും കള്ളക്കേസുകളെടുത്തും പാർട്ടി ഗുണ്ടകളെ കൊണ്ട് കൈകാര്യം ചെയ്യിപ്പിച്ചും വരുതിക്ക് നിർത്തും. എന്താണോ പശ്ചിമ ബംഗാളിൽ 3.5 പതിറ്റാണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്യയും ജ്യോതി ബാസുവും കൂടി കാട്ടിക്കൂട്ടിയോ അതിൻ്റെ 10 മടങ്ങാണ് കേരളത്തിൽ കഴിഞ്ഞ 9.5 കൊല്ലങ്ങളായി പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഒരു അഭിപ്രായം ചോദിച്ചാൽ പോലും പ്രതികരിക്കാൻ ഭയമാണ് അവർക്ക്. ഇത് ആരോടുമുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല ഞാൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മമതയുമില്ല, പ്രതിപത്തിയുമില്ല. ഒരു സാധാരണക്കാരനാണ്. പക്ഷേ എനിക്ക് ഒരു പൗരൻ്റേതായ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളുമുള്ള ഈ നാട്ടിൽ ഒരു അടിമയായി ജീവിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അടിമയായി ജീവിക്കാൻ വയ്യ. ഇനി ഒരിക്കൽ കൂടി ഇടതുപക്ഷ പ്രസ്ഥാനം അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? ആഗോള അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സമ്മേളനവും ഒക്കെ നടത്തി മുഖം വെളുപ്പിച്ച് വീണ്ടും അധികാരത്തിൽ കയറാൻ ശ്രമിക്കുന്ന സർക്കാർ ഇതൊക്കെ തുറന്നു പറയുന്നവനെ കള്ളക്കേസിൽ കുടുക്കിയേക്കാം. പാർട്ടി ഗുണ്ടകളെ കൊണ്ട്, പാർട്ടി ക്രിമിനലുകളെ കൊണ്ട് കൈകാര്യം ചെയ്യിപ്പിച്ചേക്കാം. പക്ഷേ ആ ഭയത്തിനേക്കാളുമൊക്കെ ഉപരി ഈ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ജനങ്ങളെ നിങ്ങൾ തന്നെ ചിന്തിക്ക്. നമുക്ക് നമ്മളേ ഉള്ളൂ. ഇനി ഒന്നും ബാക്കിയില്ല ഈ കേരളത്തിൽ. ചിന്തിച്ച് പ്രവർത്തിക്കുക.